മലയാലപ്പുഴ ടൂറിസ്റ്റ് അമ്യൂണിറ്റി സെന്ററിൽ ദേശീയ പതാകയോട് അനാദരവ് കാട്ടിയെന്ന പരാതിയുമായി പത്തനംതിട്ട കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി. കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് ദേശീയ പതാകകൾ സൂക്ഷിക്കാതെ കൂട്ടിയിട്ടിരിക്കുന്നു എന്നാണ് ആക്ഷേപം. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മലയാലപ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഷിജോ കുര്യൻ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ്. ഷിജോ, എന്താണ് ഈ പരാതി? വിവരങ്ങൾ എന്താണ് ഷിജോ? ടി.കെ. ദേശീയ പതാകനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട ഒരു കാര്യമാണ്. ആ ദേശീയ പതാകനെ അങ്ങേയറ്റം അവഹേളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പത്തനംതിട്ട മലയാലപ്പുഴയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട മലയാലപ്പുഴയിലുള്ള KTDCക്ക് കീഴിലുള്ള ടൂറിസ്റ്റ് അമ്യൂണിറ്റി സെന്ററിലാണ്. ഈ അമ്യൂണിറ്റി സെന്ററിന്റെ ഒരു പിൻഭാഗത്ത് ദേശീയ പതാക ചാക്കിൽ കെട്ടിയും അല്ലാതെയുമൊക്കെ ആയിട്ട് ചുമ്മാ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അതായത് അകത്ത് സുരക്ഷിതമായിട്ട് വെച്ചിരിക്കുക പോലുമല്ല. ഈ അമ്യൂണിറ്റി സെന്ററിന്റെ ഏറ്റവും പിൻഭാഗത്ത് കുറേയധികം ദേശീയ പതാകകൾ ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിൽ പുറകിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഏതാണ്ട് കുറേയധികം ലക്ഷക്കണക്കിന് ദേശീയ പതാകകൾ ഇത്തരത്തിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഏതാണ്ട് നമ്മളുടെ ഒന്ന് അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് കഴിഞ്ഞ 4 വർഷമായിട്ട് ഇത്തരത്തിൽ ദേശീയ പതാകകൾ ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. എല്ലാ വീടുകളിലേക്കും കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അവരേക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിനുശേഷം അത് ഇങ്ങനെ പുറകെ കൂട്ടിയിട്ടിരിക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് ജില്ലയിലെ പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയാലപ്പുഴ പോലീസിൽ ഇപ്പോൾ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പരാതി കൊടുത്തിട്ടുണ്ട്. പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ 24 ചേരുകയാണ്. അപ്പോൾ ഇങ്ങനെ ദേശീയ പതാകയെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ആ ദേശീയ പതാകയാണ് അലക്ഷ്യമായിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇത് ഞങ്ങൾ ഇന്നലെ SIR-മായി ബന്ധപ്പെട്ട് ശ്രീ അടൂർ പ്രകാശിന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ യോഗം ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഞങ്ങളെല്ലാവരും ഞാൻ പ്രമോദ് താന്തിമുട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഞങ്ങളിവിടെ യോഗം കൂടിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഇവിടെ പതാക കിടക്കുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഇന്ന് രാവിലെ തന്നെ വന്ന് ഇതിൻ്റെ ഫോട്ടോ എല്ലാം എടുക്കുകയും പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ മലയാലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, വില്ലേജ് ഓഫീസിൽ കൊടുത്തു, കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടു. കളക്ടറെ ഫോണിൽ കിട്ടിയില്ല, അദ്ദേഹം വെളിയിലാണെന്ന് പറഞ്ഞു. DYSP ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം എല്ലാ ഭവനങ്ങളിലും പതാക ഉയർത്തണം എന്നൊരു ആഹ്വാനം പ്രധാനമന്ത്രിയുടെ മുൻപുണ്ടായിരുന്നു. അതുപ്രകാരം സംസ്ഥാന ഗവൺമെൻറ് മുൻകൈ എടുത്താണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി കുടുംബശ്രീ മുഖാന്തരം ഇതുപോലെയുള്ള പതാകകൾ കേരളം എമ്പാടും വാങ്ങിച്ച് വിതരണം ചെയ്തത്. അത് എത്രമാത്രം വീടുകളിൽ ചെന്നിട്ടുണ്ടെന്നറിയില്ല, എത്രമാത്രം ഉപയോഗിച്ചിട്ടുണ്ടെന്നറിയില്ല. ഇതുപോലെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ദേശീയ പതാകയെ അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുടുംബശ്രീയുടെ ആവശ്യത്തിന് കൊണ്ടുവന്നാണ് പറയുന്നത്. ഇത്രയും നാളായിട്ട് ഒരാൾ പോലും ഇത് കണ്ടില്ല. ഇപ്പോൾ ഇന്നലെ നിങ്ങളുടെ യോഗത്തിൽ വന്നപ്പോഴേക്കാണ് ഇത് കണ്ടു എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ പോലീസ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത്? പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്. മലയാളപ്പുഴ അറിയിച്ചിട്ടുണ്ട്. ഉടനെ വന്ന് മാസ്റ്റർ എഴുതുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഓഫീസറെ കണ്ടിട്ടുണ്ട്. കളക്ടറെ വിളിച്ചപ്പോൾ ഫോണിൽ കിട്ടിയില്ല. പക്ഷേങ്കിൽ ഇന്നലെ ഞങ്ങൾ അപൂർവമായിട്ടൊരു മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഇതിങ്ങനെ അലക്ഷ്യമായി കിടക്കുന്നത് കണ്ടത്. പക്ഷേ ഇത് ചെയ്യുന്ന നമ്മുടെ രാജ്യത്തിനോട് തന്നെ ചെയ്യുന്ന വളരെയധികം ദോഷപരമായ കാര്യമാണ്, ബഹുമാനക്കേടാണ്. ഇതിനെതിരെ ആരെന്ത് ചെയ്താലും നടപടി എടുക്കണം. അത് കൃത്യമായ നടപടി ഉണ്ടാകണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ടി.കെ. അത് തന്നെയാണ്, നടപടി വേണമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ഇതിനകത്ത് ദേശീയ പതാക ഒരു തരത്തിലും അതിനെ അവഹേളിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഷിജോ കുര്യനാണ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്. മലയാലപ്പുഴ ടൂറിസ്റ്റ് അമ്യൂണിറ്റി സെന്ററിൽ ദേശീയ പതാകയോട് അനാദരവ് കാട്ടിയെന്ന പരാതിയുമായാണ് പത്തനംതിട്ട കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പോലീസിൽ പരാതി നൽകിയിട്ടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.